PSC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിലോ കിച്ചണിൽ നിൽക്കുന്ന സമയത്തോ ട്രാവൽ ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ ഇതിലുള്ള പോയിൻറ്റ്സ് കേട്ടിരുന്നാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടും. 2024-25 കാലഘട്ടങ്ങളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. 2025 G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക, അതായത് ദക്ഷിണാഫ്രിക്ക. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് SK വസന്തൻ. 2024 സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ്, ഫ്രാൻസിലാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്. തിരിഞ്ഞു പോകരുത്. 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ് USA-ലാണ്. നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെരി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. 2024 ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 ലോക ആരോഗ്യദിന പ്രമേയം എൻ്റെ രോഗം എൻ്റെ അവകാശം. RBI ഗവർണർ ശക്തികാന്ത ദാസ്. ISRO ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഇനി പറയുന്നത് കുറച്ച് പോയിൻറ്റ്സ് നവോത്ഥാനങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. എപ്പോഴും മാറി ചോദിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇതിൽ നിന്ന് ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. കുളത്തൂർ പ്രസംഗം നടത്തിയത് K സുകുമാരൻ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം തൈക്കാട് അയ്യ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. തുവയൽ പന്തി വൈകുണ്ഠസ്വാമികൾ. കോഴഞ്ചേരി പ്രസംഗം C കേശവൻ. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഈ പ്രസംഗത്തിൻ്റെതൊക്കെ. കോഴഞ്ചേരി പ്രസംഗം അതിലുള്ള അതായത് കാ വെച്ചിട്ടോ അതുപോലെയാണ് C കേശവൻ. അങ്ങനെ ഓർക്കുക. കോഴഞ്ചേരി C കേശവൻ. നിഴൽ താങ്കൾ അത് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത നമ്മളുടെ ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. അത് തെറ്റിപ്പോകുമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഹൃദയം മധ്യത്തിലാണ്. ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. ഉദയസൂര്യൻ്റെ നാട് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി ഹരിയാന. ഇന്ത്യയുടെ മുട്ടപ്പാത്രം ആന്ധ്രാപ്രദേശ്. സുഗന്ധവ്യഞ്ജനത്തോട്ടം എല്ലാവർക്കും അറിയാം കേരളമാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്. ഇത് തെറ്റുന്ന ചില ആൾക്കാർക്ക് കൺഫ്യൂഷനുള്ളവർ കാണും. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്. ഉത്തരത്തിൽ പഞ്ചസാര, അങ്ങനെ ഓർത്താൽ മതി. ഇന്ത്യയുടെ തേയിലത്തോട്ടം എല്ലാവർക്കും അറിയാം ആസാം. കാപ്പിത്തോട്ടം കർണാടക. ധാതു സംസ്ഥാനം ജാർഖണ്ഡ്. കടുവ സംസ്ഥാനം മധ്യപ്രദേശ്. കടുവ സംസ്ഥാനം മധ്യപ്രദേശ്. ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. സസ്യശാസ്ത്രജ്ഞൻ്റെ പറുദീസ സിക്കിം. ഇനി കുറച്ച് പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി വയോ അമൃതം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി പദ്ധതിയാണ്. അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. വയോമധുരം പദ്ധതി BPL-കാരായിട്ടുള്ള വയസ്സായ രോഗികൾ, അതായത് BPL-കാരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം.
ഇത്രയും ആലോചിക്കാതെ ഡയബറ്റീസ് പേഷ്യൻസായിട്ട് റിലേറ്റഡ് ആണ് വയോമധുരം. മധുരം ഡയബറ്റീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഡയബറ്റീസ് പേഷ്യൻസിനാണ് ഗ്ലൂക്കോമീറ്റർ ഉപകരണം കൊടുക്കേണ്ടത്. അപ്പോൾ വയോമധുരം എന്താണ്? BPL പെട്ട മുതിർന്ന പൗരന്മാരായിട്ടുള്ള രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ്. വയോമിത്രം പദ്ധതിയുണ്ട്. 65 വയസ്സ് പ്രായത്തിന് മുകളിൽ ഉള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്ക്, മരുന്ന്, കൗൺസിലിംഗ്, വൈദ്യസഹായം ഇവയൊക്കെ സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. ഇതിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തെറ്റിപ്പോകരുത്. എല്ലാം വയോ വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു വയോ പദ്ധതിയും കൂടെയുണ്ട്, വയോമന്ദഹാസം. വയോമന്ദഹാസം എന്ന് പറയുന്നത് വയസ്സായ ആളുകൾക്ക് കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. ഇപ്പോൾ പറഞ്ഞ പദ്ധതികൾ ഒന്നും കൂടി പറയാം. വയോ അമൃതം എന്ന് പറയുന്നത് വൃദ്ധസദനങ്ങളിലെ താമസക്കാരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതിയാണ് വയോ അമൃതം. വയോമിത്രം എന്താണ്? നഗരങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സ് പ്രായത്തിന് മുകളിലുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കും, മരുന്നും, കൗൺസിലിങ്ങും, വൈദ്യസഹായവും ഇവയൊക്കെ സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. അതിപ്പോൾ ഗ്രാമങ്ങളിലും ഉണ്ട്. മറ്റൊരു പദ്ധതി വയോമധുരം. BPL ആയിട്ടുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി വയോമധുരം. മന്ദഹാസം പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വയസ്സായ ആളുകൾക്ക് കൃത്രിമ ദന്തങ്ങൾ വച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദ്ധതിയാണ് വയോദന്തം പദ്ധതി. അടുത്ത, കേരളത്തിൽ മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം. ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. ലഹരി വിമുക്ത പദ്ധതി എല്ലാവർക്കും അറിയാം, വിമുക്തി. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. കേൾവി റിലേറ്റ് ചെയ്യുന്നത് കാതോരമാണ്. മുന്നേ ഇത് 2 പദ്ധതികളായിട്ട് ഉണ്ടായിരുന്നു. അതിലൊന്ന് ശ്രുതിതരംഗം പദ്ധതിയും ഒന്ന് ധ്വനി പദ്ധതിയും. ഇത് രണ്ടും കേൾവി തകരാറുമായിട്ട് കുട്ടികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഒന്നും കൂടി പറയാം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യവുമായി റിലേറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് കാതോരം. മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ ശ്രുതിതരംഗം പദ്ധതിയും ധ്വനി പദ്ധതിയുമുണ്ട്. ഈ 2 പദ്ധതിയും കൂടി ചേരുന്നതാണ് ശരിക്കും കാതോരം പദ്ധതി. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ശ്രുതിതരംഗം പദ്ധതി എന്താണ്? ജനിച്ച നാൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടി കോക്ലിയ മാറ്റിവെക്കാനുള്ള പദ്ധതിയാണ് ഈ ശ്രുതിതരംഗം. കോക്ലിയ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മളുടെ കേൾവി ശക്തിക്ക് വേണ്ടുന്ന ഒരു നമ്മുടെ ചെവിക്കകത്തുള്ള ഒരു അവയവമാണ് കോക്ലിയ. അത് മാറ്റിവെക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രുതിതരംഗം. 0 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അതായത് ജനിക്കുന്ന കുട്ടി മുതൽ 5 വയസ്സ് വരെയുള്ള. അതോടൊപ്പം മറ്റൊരു പദ്ധതിയും പണ്ട് കേരള സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ധ്വനി പദ്ധതി. അതും കേൾവി റിലേറ്റഡാണ്. അതായത് ഈ ശ്രുതിതരംഗം പദ്ധതിയിൽ കോക്ലിയ മാറ്റി വച്ചതിന് ശേഷം പിന്നീടും കുട്ടികൾക്ക് തുടർ ചികിത്സ വേണ്ടി വരും അല്ലേ? ആ തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായം ചെയ്യുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറിക്ക് ശേഷമുള്ള ബാക്കി കുട്ടിയുടെ ചിലവ് വഹിക്കുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. ഇപ്പോൾ ഈ ശ്രുതിതരംഗം പദ്ധതിയും ധ്വനി പദ്ധതിയും കൂടി ചേരുന്ന ഒരു പദ്ധതിയാണ് ആദ്യം പറഞ്ഞ കാതോരം പദ്ധതി. അപ്പോൾ കാതോരം പദ്ധതി ആയാലും ശ്രുതിതരംഗം പദ്ധതി ആയാലും ധ്വനി പദ്ധതി ആയാലും കേൾവിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദയം. അടുത്ത, അമൃതം ആരോഗ്യം പദ്ധതി
അമൃതം ആരോഗ്യം പദ്ധതി മറ്റൊരു പദ്ധതിയാണ്. ഇതെന്തായിരിക്കും? നമ്മുടെ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് ഈ അമൃതം ആരോഗ്യ പദ്ധതി. 30 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് രോഗമുണ്ടോ എന്നും കണ്ടുപിടിക്കാനുള്ള ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. അടുത്ത ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി ഹോസ്പിറ്റൽ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതായത് ഇപ്പോഴത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക എന്നതാണ് ഈ പദ്ധതി കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ ആർദ്രം പദ്ധതി ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത സ്നേഹസാന്ത്വനം പദ്ധതി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇതിൽ ഈ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള അതായത് കിടപ്പ് രോഗികൾക്ക് ശയ്യാവലംബരായ രോഗികൾ, അതായത് കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 2000 രൂപയും സാധാരണ രോഗികൾ, അതായത് അവർക്ക് നടക്കാനൊക്കെ പറ്റും അങ്ങനെയുള്ള രോഗികൾക്ക് 1000 രൂപയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായവും കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വന പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ഈ സ്നേഹപൂർവം പദ്ധതി മറ്റൊരു രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊരു ഇതേ പേര് തന്നെയാണ്, സ്നേഹപൂർവം എന്ന് പറയും. 2 മാതാപിതാക്കൾ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം കിട്ടുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അല്ല എങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾക്ക് സാമ്പത്തികമായി, അതായത് ജോലിക്ക് പോകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയുള്ള മാതാപിതാക്കളിൽ ഒരാളുമാണെങ്കിൽ, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജിലുള്ള കുടുംബത്തിലെ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. മറ്റൊരു പദ്ധതി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് അസുഖം മാറിയ ആളുകൾക്ക് പുനരധിവാസം ഒരുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് സ്നേഹകൂടാണ്. അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ അവരുടെ കുടുംബക്കാരും നോക്കിയെന്ന് വരില്ല. അന്നേരം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. മറ്റൊരു ചോദ്യം, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, അത് ശൈലി ആപ്പാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് UN പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ്? 2020. അതായത് 2020 ജീവിതശൈലി രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായിട്ട് കേരളത്തിന് UN പുരസ്കാരം ലഭിച്ചു. വർഷം ഓർക്കുക, 2020. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, പ്രമേഹം ബാധിച്ച കുട്ടികളെന്ന് പറയുമ്പോൾ മിഠായിയുമായിട്ട് റിലേറ്റ് ചെയ്യാം, പ്രമേഹവും മിഠായിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അങ്ങനെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെയും പറയാം, ഏകാരോഗ്യം.